വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ ടെൻസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ടെൻസുകൾ ഒരു കാലത്തെ അല്ലെങ്കിൽ സമയത്തെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിനു മുൻപ് നമ്മൾ മോഡൽ ഓക്സിലറി വേർബിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വേർബുകൾ ഏത് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നുവെന്ന്. ഇംഗ്ലീഷിലെ വേർബുകൾ 4 ഫോമിലാണ് കാണപ്പെടുന്നത്. പ്രസന്റ് ടെൻസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ, അത് INGയിലായിരിക്കും അവസാനിക്കുക. പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പൊതുവെ EDയിൽ ആയിരിക്കും അവസാനിക്കുന്നത്, എന്നാൽ എക്സെപ്ഷൻസ് ഉണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ടോക്ക്, ടോക്കിംഗ്, ടോക്ഡ്, ടോക്ഡ്. പ്ലേ, പ്ലേയിങ്, പ്ലേയ്ഡ്, പ്ലേയ്ഡ്. എന്നാൽ എപ്പോഴും EDയിൽ തന്നെ അവസാനിക്കണമെന്നില്ല പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനൊരു എക്സാമ്പിളാണ് കട്ട്, കട്ടിങ്, കട്ട്, കട്ട്. കട്ടഡ് എന്ന് വരില്ല, കട്ട് എന്നാണ് ശരിയായ ഫോം. എന്നാൽ അതിലും വ്യത്യസ്തമായത് കാണാം. ഹൈഡ്, ഹൈഡിങ്, ഹിഡ്, ഹിഡൻ. ഇവിടെ EDയും ഇല്ല, ഹിഡ് എന്ന് തന്നെയുമല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. ഹിഡൻ എന്ന ഒരു പുതിയ വാക്കാണല്ലേ. മറയ്ക്കുക, മറയ്ക്കുന്നു, മറച്ചു, മറച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ 3 ടെൻസുകളാണ് പ്രധാനമായും ഉള്ളത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാൻ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സംഭവിച്ച കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. ഈ 3 ടെൻസിനെ വീണ്ടും തരംതിരിക്കാം. പ്രസന്റ് ടെൻസിനെ തന്നെ 4ആയി. അങ്ങനെ ഓരോന്നിനെയും 4ആയി തിരിക്കുമ്പോൾ 12 ടെൻസ് ലഭിക്കുന്നു. പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പാസ്റ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ ഫ്യൂച്ചർ ടെൻസിനെ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് തരംതിരിക്കുമ്പോൾ 12 ടെൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത് എന്ന് നമുക്ക് പറയാം. ആദ്യം തന്നെ പ്രസന്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. ദി പ്രസന്റ് ടെൻസ്. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുക പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണെന്ന് നോക്കാം. ദിവസേന നടക്കുന്ന കാര്യങ്ങൾ പറയുവാനും യൂണിവേഴ്സൽ ട്രൂത്തുകൾ അല്ലെങ്കിൽ ഫാക്റ്റുകളൊക്കെ പറയുവാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. അതൊരു റുട്ടീനാണല്ലേ, എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ പറയുവാൻ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഐ ഗോ ടു സ്കൂൾ എവ്രി ഡേ. അതുപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെയും നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. കാരണം എന്താണ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സൺ എന്തായാലും ഈസ്റ്റിൽ തന്നെ ആയിരിക്കും ഉദിക്കുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഗോയാണോ ഗോസ് ആണോ, റൈസ് ആണോ റൈസസ് ആണോ, എവിടെയാണ് എസ് ചേർക്കേണ്ടത്, എവിടെയാണ് എസ് ചേർക്കേണ്ടാത്തത് എന്നുള്ള സംശയം. അത് മനസ്സിലാക്കുവാൻ ഇംഗ്ലീഷിലെ പേഴ്സൺസിനെ കുറിച്ച് അറിയണം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഞാൻ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അത് ഏതൊക്കെയായിരിക്കും ഫസ്റ്റ് പേഴ്സൺ? ഐ, വി. ഇംഗ്ലീഷിലെ ഫസ്റ്റ് പേഴ്സൺസ് ആണ് ഐയും വിയും. എന്നാൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവിടെ രണ്ടാമതൊരാൾ വരികയാണല്ലേ, സെക്കൻഡ് പേഴ്സൺ. ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? യു ആയിരിക്കും. നീ അല്ലെങ്കിൽ നിങ്ങൾ. സിംഗുലറിനും പ്ലൂറലിനും നമ്മൾ യു തന്നെയാണ് ഉപയോഗിക്കുക. സോ യു ഈസ് എ സെക്കൻഡ് പേഴ്സൺ. എന്നാൽ നമ്മൾ രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. അത് ഏതൊക്കെയായിരിക്കും തേർഡ് പേഴ്സൺസ്? ഹി, ഷീ, ഇറ്റ്, ദേ. അവൻ, അവൾ, അത്, അവർ. അത് രണ്ടുപേർ കൂടാതെ മൂന്നാമതൊരാളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതാണ് ഇംഗ്ലീഷിലെ തേർഡ് പേഴ്സൺ. സോ ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ ആൻഡ് വി, സെക്കൻഡ് പേഴ്സൺ യു ആൻഡ് തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. നമ്മൾ പറഞ്ഞു സിംഗുലർ വെർബുകളാണ് ഏതൊക്കെ? വർക്ക്സ്, ഗോസ്, പ്ലേസ്. എസ് വരുന്നതൊക്കെ സിംഗുലർ വെർബുകളാണ്. അതുപോലെ തേർഡ് പേഴ്സൺ സിംഗുലർ എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ സിംഗുലർ വെർബുകൾ ഉണ്ടായിരിക്കണം. തേർഡ് പേഴ്സൺസ് ആരൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, ദേ. അതിലേതൊക്കെയാണ് സിംഗുലർ? ഹി, ഷീ, ഇറ്റ് സിംഗുലർ ആണല്ലേ. അവൻ, അവൾ, അത്. എന്നാൽ ദേ സിംഗുലർ ആണോ? അല്ല. ഒരു കൂട്ടം ആളുകളെ പറയാനാണ് നമ്മൾ ദേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവർ, അത് സിംഗുലർ അല്ല, പ്ലൂറലാണ്. അപ്പോൾ ദേ അങ്ങ് മാറ്റി വയ്ക്കുക. ഹി, ഷീ, ഇറ്റ്. ഇതെവിടെയൊക്കെ വരുന്നു അതിൻ്റെ കൂടെയുള്ള വെർബുകൾ സിംഗുലർ ആയിരിക്കണം.
തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ വരുന്ന എല്ലാ വെർബുകളും സിംഗുലർ ആയിരിക്കണം. ഷീ വർക്ക്സ്, ഹി വർക്ക്സ്, ഐ വർക്ക്, ദേ വർക്ക്. അതുകൊണ്ട് തന്നെ ഐ എന്ന വാക്കിന് ശേഷം ഒരിക്കലും പ്ലൂറൽ വെർബുകൾ വരില്ല. ഐ ഗോസ്, ഐ വർക്ക്സ്, ഐ പ്ലേസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഐ ഗോ, ഐ വർക്ക്, ഐ പ്ലേ. ഷീ കുക്സ്, ദേ കുക്ക്. ഹി സ്റ്റഡീസ്, ദേ സ്റ്റഡി. ഒരിക്കലും ദേ സ്റ്റഡീസ് എന്ന് വരത്തില്ല. ഓക്കെ, അതൊന്ന് എല്ലാവരും മനസ്സിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. സിമ്പിൾ പ്രസൻറ്റിനെ തന്നെ 4 രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അഫിർമേറ്റീവ് സെൻറ്റൻസ് ആയി എഴുതാം, നെഗറ്റീവായി എഴുതാം, WH ക്വസ്റ്റ്യൻ ആയി എഴുതാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി എഴുതാം, ഷോർട്ട് ആൻസർ ആയി എഴുതാം. ആദ്യം തന്നെ അഫിർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് മാത്രമാണ് അർത്ഥം. നെഗറ്റീവ് സെൻറ്റൻസും അഫിർമേറ്റീവ് സെൻറ്റൻസും അഥവാ പോസിറ്റീവ് സെൻറ്റൻസും. ഓക്കെ, ആദ്യം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ്. ശ്രീരാഗ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ശ്രീരാഗ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. എന്നാൽ ഇവിടെ ഓക്സിലറി വേർബ് ഒന്നും കാണാനില്ല. ഈസ് ഇല്ല, ആം ഇല്ല, ആർ ഇല്ല. എന്നാൽ നമ്മൾ അറിയേണ്ടത് ഇവിടെ ഓക്സിലറി വേർബ് ഉണ്ട്. ടീച്ചേഴ്സ് എന്നാൽ എന്താണ്? ഡെസ് പ്ലസ് ടീച്ചാണ് ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഡെസ് ആണ്. ശ്രീരാഗ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് എന്നത് ഡെസ് പ്ലസ് ടീച്ചാണ്. അതുപോലെ ദേ മേക്ക് അംബ്രല്ലാസ് മറ്റൊരു സിമ്പിൾ പ്രസൻറ്റിലുള്ള പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ മേക്ക് അംബ്രല്ലാസ്. ഇവിടെയും നമ്മൾ വിചാരിക്കും ഓക്സിലറി വേർബ് ഇല്ല എന്ന്. എന്നാൽ ഉണ്ട്. ഏതാണ്? യെസ്, ഡു ആണ് അല്ലേ? ഡു പ്ലസ് മേക്ക് ആണ് മേക്ക് വരിക. സോ ദേ മേക്ക് അംബ്രല്ലാസ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. ഇതേ സെൻറ്റൻസ് നമ്മൾ നെഗറ്റീവിലേക്ക് ആക്കിയാൽ എന്ത് വരും? ശ്രീരാഗ് ഓക്സിലറി വേർബ് എടുക്കുക. ശ്രീരാഗ് ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. അതുപോലെ ദേ മേക്ക് അംബ്രല്ലാസിനെ നമ്മൾ നേരത്തെ നമ്മൾ ഓക്സിലറി വേർബ് കണ്ടു, ഡു ആണ് എന്ന്. അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ ഓക്സിലറി വേർബ് ആണ് അവിടെ വേണ്ടത്. ദേ ഡു നോട്ട് മേക്ക് അംബ്രല്ലാസ്. സോ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അതിൻ്റെ ഓക്സിലറി വേർബിനോടൊപ്പം നോട്ട് എന്നും കൂടി ചേർത്ത് എഴുതിയാൽ മതി. ഈസി. നെക്സ്റ്റ് WH ക്വസ്റ്റ്യനായും ഇതേ സെൻറ്റൻസ് എഴുതാം. എന്താണ് WH ക്വസ്റ്റ്യൻ? പൊതുവേ ക്വസ്റ്റ്യൻ വേർഡുകൾ WH എന്ന ലെറ്റേഴ്സിലാണ് ആരംഭിക്കുന്നത് അല്ലേ? ഹൂ, വാട്ട്, വൈ, ഹും, വെയർ എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എല്ലാം WHലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവായ സെൻറ്റൻസിനെ എങ്ങനെ ഒരു ചോദ്യമാക്കി മാറ്റാം എന്നാണ് എഴുതാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന പോസിറ്റീവായ സെൻറ്റൻസ് ഒരു ഉത്തരമാണല്ലേ? ദേ മേക്ക് അംബ്രല്ലാസ്. അവർ അംബ്രല്ലാസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ചോദ്യം എന്തായിരിക്കണം? അവരെന്താണ് ഉണ്ടാക്കുന്നത്? അവരെന്താണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ആയിരിക്കണം ക്വസ്റ്റ്യൻ വേർഡ് അല്ലേ? അപ്പോൾ നമ്മൾ വാട്ട് വെച്ച് തുടങ്ങി. അതിനുശേഷം എന്ത് വരണം? ഓക്സിലറി വരണം. ദേ മേക്ക് അംബ്രല്ലാസ് എന്നതിൽ ഓക്സിലറി വേർഡാണ് ഡു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡു പ്ലസ് മേക്ക് ആണ് മേക്ക്. സോ ദ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? വാട്ട് ഡു ദേ മേക്ക്. അതുപോലെ ശ്രീരാഗ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. എന്നാൽ എന്താണ് ശ്രീരാജ് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? വാട്ട് ഡസ് ശ്രീരാജ് ടീച്ച്. കാരണം നമ്മുടെ ഓക്സിലറി വേർബ് ഡസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയുന്നത് പോലെ തന്നെ അതിന് ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കണം. അപ്പോൾ ചോദ്യവും അങ്ങനെ തന്നെ ചോദിക്കണം അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പൊതുവെ ഓക്സിലറി വേർബിലായിരിക്കും ആരംഭിക്കുക. ശ്രീരാജ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഓക്സിലറി വേർബ് എവിടെ എന്താണ്? ഡസ് ആണ് അല്ലേ? ഡസ് ശ്രീരാജ് ടീച്ച് ഇംഗ്ലീഷ്. ഒന്നെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അതുപോലെ ദേ മേക്ക് അംബ്രല്ലാസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഡു ദേ മേക്ക് അംബ്രല്ലാസ്. ഓക്സിലറി വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഷോർട്ട് ആൻസർ. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞു, അതിനുള്ള ആൻസറും കൊടുക്കണം. യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡസ് ശ്രീരാജ് ടീച്ച് ഇംഗ്ലീഷ്? യെസ് ഹി ഡസ്. നോ ആണെങ്കിലോ? നോ ഹി ഡസ് നോട്ട് ഓർ ഡസൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഡു ദേ മേക്ക് അംബ്രല്ലാസ്? യെസ് ആണെങ്കിൽ യെസ് ദേ ഡു. നോ ആണെങ്കിൽ നോ ദേ ഡോണ്ട്. ഈസിയാണ് അല്ലേ? അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ഓക്സിലറി വേർബാണ്. എങ്കിലേ നമുക്ക് തുടർന്ന് ബാക്കിയുള്ള എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ എങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റൻസായും നെഗറ്റീവ് സെൻറ്റൻസായും WH ക്വസ്റ്റ്യനായും യെസ് ഓർ നോ ക്വസ്റ്റ്യനായും ഷോർട്ട് ആൻസറായും എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞാൽ അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. എങ്ങനെ അത് എഴുതാമെന്ന് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ
ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം പറയുവാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അതിൽ ING ഉണ്ടാകും എന്നോർക്കുക. ഓക്സിലറി വേർബുകൾ ഏതൊക്കെയായിരിക്കും? ആം, ഈസ്, ആർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, രമ്യ ഈസ് അറ്റൻഡിങ് എ മീറ്റിംഗ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രമ്യ അവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വിനോദ് ഈസ് ഡാൻസിങ്. വിനോദ് അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ കുക്കിംഗ്. അവർ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വിനോദ് ഈസ് ഡാൻസിങ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ആർ കുക്കിംഗ് എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ എങ്ങനെ നെഗറ്റീവിലേക്ക് ആക്കാം? അതിന് നമ്മൾ ഓക്സിലറി വേർബ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഈസിയാണ്. വിനോദ് ഈസ് ഡാൻസിങ്. ഈസ് ആണ് ഓക്സിലറി വേർബ്. അപ്പോൾ നെഗറ്റീവ് ആക്കാൻ എന്ത് വേണം? ഓക്സിലറി വേർബിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കണം. സോ നെഗറ്റീവ് സെൻറ്റൻസ് എന്തായിരിക്കും? വിനോദ് ഈസ് നോട്ട് ഡാൻസിങ്. ദേ ആർ നോട്ട് കുക്കിംഗ്. അതുപോലെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം? WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? വിനോദ് ഈസ് ഡാൻസിങ്. വിനോദ് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? വിനോദ് എന്ത് ചെയ്യുകയാണ്? എന്ത് എന്ന് വരുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വാട്ടിൽ തുടങ്ങുമെന്ന് നമുക്കറിയാം. വാട്ട്, അതിനുശേഷം ഓക്സിലറി വരണം. വിനോദ് ഈസ് ഡാൻസിങ്, ഈസ് ആണ് ഓക്സിലറി. സോ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? വാട്ട് ഈസ് വിനോദ് ഡൂയിങ്? അതുപോലെ ദേ ആർ കുക്കിംഗ്. അവർ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവർ എന്ത് ചെയ്യുകയാണ്? അതുപോലെ വാട്ടിൽ തുടങ്ങുന്നു, ഓക്സിലറി ആറാണ്. സോ വാട്ട് ആർ ദേ ഡൂയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അതുപോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതാം. വിനോദ് ഈസ് ഡാൻസിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്സിലറിയിലാണ് അല്ലേ? യെസ് ഓർ നോ വന്നാൽ. ഈസ് വിനോദ് ഡാൻസിങ്. വിനോദ് ഡാൻസ് കളിക്കുകയാണോ? ഒന്നെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല എന്നായിരിക്കും ഉത്തരം. അതുപോലെ ദേ ആർ കുക്കിംഗ്. അപ്പോൾ ഓക്സിലറി വെർബ് വെച്ച് വേണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തുടങ്ങാൻ. ആർ ദേ കുക്കിംഗ്? അവർ കുക്ക് ചെയ്യുകയാണോ? ഒന്നെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, അതിന് ആൻസറും കൂടി നോക്കാം. ഷോർട്ട് ആൻസർ. വിനോദ് ഡാൻസ് കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈസ് വിനോദ് ഡാൻസിങ് എന്നുള്ള ഉത്തരം യെസ് ഹീ ഈസ്, അല്ലെങ്കിലോ നോ ഹീ ഇസിൻറ്റ്. ആർ ദേ കുക്കിംഗ്? ഉത്തരം എന്തായിരിക്കും? യെസ് ദേ ആർ, അല്ലെങ്കിലോ നോ ദേ ആറിൻറ്റ്. ഇവിടെയും നമുക്ക് കാണാം ഓക്സിലറി വെർബ് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പാസ്റ്റ് അല്ല. എന്നാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുൻപ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഓക്സിലറി ആയി ഉപയോഗിച്ചത് ഈസ്, ആം, ആർ ആണല്ലേ. എന്നാൽ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹാസോ ഹാവോ ആയിരിക്കും. എന്നാൽ അവിടെയും നമുക്ക് സംശയം, ഹാസ് എവിടെ വരും? ഹാവ് എവിടെ വരും? ഐ ഹാസ് ആണോ? ഐ ഹാവ് ആണോ? ഷീ ഹാസ് ആണോ? ഷീ ഹാവ് ആണോ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹാസ് ഉപയോഗിക്കുക. ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ്. എന്നാൽ ഹാവ് എവിടെയൊക്കെ വരും? ബാക്കിയുള്ള എല്ലാ പേഴ്സൺസിനും ഹാവ് കൊടുക്കുക. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്. ഓക്കെ, അപ്പോൾ ഷീ ഹാസ് അല്ലെങ്കിൽ രാം ഒരു ബോയ് ആണല്ലേ, രാം ഹാസ്. എന്നാൽ ഐ ഹാസ് എന്ന് ഒരിക്കലും വരില്ല, ഐ ഹാവ്. സോ തേർഡ് പേഴ്സൺ സിംഗുലറായ തേർഡ് പേഴ്സൺ സിംഗുലേഴ്സ് ആണ് ഹീയും, ഷീയും, ഇറ്റും. അവരുടെ കൂടെ മാത്രം ഹാസ് വരും, ബാക്കി എല്ലാത്തിനും ഹാവ് വരും. ഒരു എക്സാമ്പിൾ നോക്കാം. വി ഹാവ് സീൻ 2 മൂവീസ് ദിസ് മന്ത്. ഈ മാസം ഞങ്ങൾ 2 സിനിമകൾ കണ്ടു. ഈ മാസം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത് പാസ്റ്റ് അല്ല അല്ലേ, കഴിഞ്ഞു പോയൊരു കാര്യമല്ല. എന്നാൽ സിനിമ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. നടന്ന് കഴിഞ്ഞൊരു കാര്യം, എന്നാൽ പാസ്റ്റ് ആണ് എന്ന് പറയാനും കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാസിനോ ഹാവിനോ ശേഷം ഉപയോഗിക്കുന്ന വെർബ് തേർഡ് ഫോമിലായിരിക്കണം. V3 ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് സീൻ എന്ന് വന്നത്. ഓക്കെ, ഒരു അഫിർമേറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെ വരും നോക്കാം. ലേഖ ഹാസ് അപ്ലൈഡ് ഫോർ ലീവ്. ലേഖ എന്ന് പറയുന്നത് ഷീ ആണല്ലേ, ഷീയുടെ കൂടെ ഹാസ് ആയിരിക്കും വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ദേ ഹാവ് ക്ലീൻഡ് ദ സ്ട്രീറ്റ്സ്. ദേ വന്നാൽ ഹാവ് വരിക. അപ്പോൾ ഹാസും ഹാവുമാണ് ഓക്സിലറി വെർബ്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ എഴുതുന്നു? ഓക്സിലറിയുടെ കൂടെ നെഗറ്റീവ് കൊടുക്കുക. ലേഖ ഹാസിൻറ്റ് അപ്ലൈഡ് ഫോർ ലീവ്. ദേ ഹാവിൻറ്റ് ക്ലീൻഡ് ദ സ്ട്രീറ്റ്സ്.
WH ക്വസ്റ്റ്യൻസ് എഴുതാം. വാട്ട് ആയിരിക്കും വരിക അല്ലേ? ലേഖ എന്തിന് അപ്ലൈ ചെയ്തു? അപ്പോൾ വാട്ട് എന്ന് വരും. അതിനുശേഷം വരുന്ന ഓക്സിലറി ഹാസ് ആണ്. വാട്ട് ഹാസ് ലേഖ അപ്ലൈഡ് ഫോർ? വാട്ട് ഹാവ് ദേ ക്ലീൻഡ്? യെസ് ഓർ നോ വന്നാലും ഓക്സിലറി ആദ്യം കൊടുക്കുക. അപ്പോൾ ലേഖ ഹാസ് അപ്ലൈഡ് ഫോർ ലീവിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ഹാസ് ലേഖ അപ്ലൈഡ് ഫോർ ലീവ്? ഹാവ് ദേ ക്ലീൻഡ് ദ സ്ട്രീറ്റ്സ്? ഉത്തരം യെസ് ആണെങ്കിൽ യെസ് ഷീ ഹാസ്. നോ ആണെങ്കിൽ നോ ഷീ ഹാസിൻറ്റ്. അതുപോലെ ഹാവ് ദേ ക്ലീൻഡ് ദ സ്ട്രീറ്റ്സ് എന്ന ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്തായിരിക്കും? യെസ് ആണെങ്കിൽ യെസ് ദേ ഹാവ്. നോ ആണെങ്കിൽ നോ ദേ ഹാവിൻറ്റ്. അവസാനത്തേത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ ഒരു പോയിന്റിൽ അത് സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ ഹാസും ഹാവും കൂടാതെ ബീൻ എന്നുകൂടി ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ ട്രൈയിങ് ടു ഗെറ്റ് എ ജോബ് ഫോർ എ ലോങ് ടൈം. ഒരു ജോലി കിട്ടുവാനായി അവൾ കുറേ നാളുകളായി ശ്രമിക്കുകയാണ്. അപ്പോൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയത് പാസ്റ്റിൽ ഏതോ ഒരു പോയിന്റിലാണ് അല്ലേ? എന്നാൽ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദേ ഹാവ് ബീൻ പ്ലേയിങ് ഇൻ ദാറ്റ് ഫീൽഡ് സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതൽ അവരിവിടെ കളിക്കാൻ തുടങ്ങിയതാണ്. അതായത് കഴിഞ്ഞ വർഷം തുടങ്ങി, എന്നാൽ ഇന്നും കളിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റിലൊരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. അതുപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നോക്കാം. അസ്കർ ഹാസ് ബീൻ മാനേജിങ് ദി ഷോ ഫോർ ദി ലാസ്റ്റ് 5 years. അസ്കർ ആയതുകൊണ്ടാണ് ഹാസ് ബീൻ, ഹീ ആണല്ലേ. അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഹാസ് ബീൻ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. അസ്കർ ഹാസിൻറ്റ് ബീൻ മാനേജിങ് ദി ഷോ ഫോർ ദി ലാസ്റ്റ് 5 years. എങ്ങനെ ഒരു WH ക്വസ്റ്റ്യൻ ആക്കാം? വാട്ട് ഹാസ് അസ്കർ ബീൻ മാനേജിങ് ഫോർ ദി ലാസ്റ്റ് 5 years. വാട്ടിന് ശേഷം ഉടനെ വരേണ്ടത് ഓക്സിലറി വേർബായ ഹാസ് ആണ്. അസ്കർ എന്നതിന് ശേഷമായിരിക്കണം ബീൻ വരേണ്ടത്. അതുപയോഗിച്ചുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? സ്റ്റാർട്ട് വിത്ത് ദി ഓക്സിലറി വേർബ് അല്ലേ? ഹാസ് അസ്കർ ബീൻ മാനേജിങ് ദി ഷോ ഫോർ ദി ലാസ്റ്റ് 5 years. ഷോർട്ട് ആൻസർ യെസ് ആണെങ്കിൽ യെസ് ഹി ഹാസ് ബീൻ എന്നതുകൂടി ചേർക്കുക. നോ ആണെങ്കിൽ നോ ഹി ഹാസിൻറ്റ് ബീൻ. ദി പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അത് കംപ്ലീറ്റ് ആയി നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് സംസാരിക്കുക. അതുപയോഗിച്ചൊരു പോസിറ്റീവ് സെൻറ്റൻസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹീ മെയ്ഡ് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്. ജീവിതമാർഗമായിട്ട് അദ്ദേഹം പേപ്പർ ടോയ്സ് ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ കാര്യമാണല്ലേ, സംഭവിച്ച കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ ഓക്സിലറി വേർബ് നമുക്ക് മനസ്സിലാക്കണം. ഡിഡ് പ്ലസ് മേക്ക് ആണ് മെയ്ഡ് വന്നത് അല്ലേ? അപ്പോൾ ഡിഡ് ആയിരിക്കും ഇവിടുത്തെ ഓക്സിലറി വേർബ്. അതുപയോഗിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതുവാൻ. നെഗറ്റീവ് ആക്കാൻ എന്ത് വേണം? ഓക്സിലറിയുടെ നെഗറ്റീവ് എടുത്താൽ മതി. സോ ഹി ഡിഡ്ന്റ് മേക്ക് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്. WH ക്വസ്റ്റ്യനു എന്താണ് ഉണ്ടാക്കിയത് എന്നാണ് അല്ലേ ചോദ്യം വരേണ്ടത്. സോ ബിഗിൻ വിത്ത് വാട്ട് ഡിഡ് ഹി മേക്ക് ഫോർ എ ലിവിങ്. ഓക്സിലറി വേർബ് ഡിഡ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഡിഡ് വരണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഡിഡ് ഹി മേക്ക് പേപ്പർ ടോയ്സ് ഫോർ എ ലിവിങ്? ഷോർട്ട് ആൻസർ യെസ് ആണെങ്കിൽ യെസ് ഹി ഡിഡ്. നോ ആണെങ്കിൽ നോ ഹി ഡിഡിൻറ്റ്. അടുത്തതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ ഒരു കാര്യം നടക്കുകയായിരുന്നു, അത് പൂർത്തിയായോ ഇല്ലയോ എന്ന് പറയുന്നില്ല, ഒരു കാര്യം നടക്കുകയായിരുന്നു എന്ന് കാണിക്കുവാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വാസ് ഓർ വെയർ ആയിരിക്കും ഓക്സിലറി വേർബായി വരുന്നത്. കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ING ഫോമും ഉണ്ടായിരിക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. എക്സാമ്പിൾ, ഹരി വാസ് കുക്കിംഗ് ഡിന്നർ. ഹരി ഡിന്നർ കുക്ക് ചെയ്യുകയായിരുന്നു. പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ദേ വർ വർക്കിംഗ് ദാറ്റ് ഡേ. ആ ദിവസം അവർ വർക്ക് ചെയ്യുകയായിരുന്നു. നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പാസ്റ്റിൽ. ദേ ആവുമ്പോൾ പ്ലൂറൽ ആണല്ലേ, അതുകൊണ്ടാണ് ദേ വേർ എന്ന് വന്നത്. ഹരി സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് എന്ന് വന്നത്. ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? നമുക്കറിയാം ഓക്സിലറി വാസ് ആണ്, അതിൻ്റെ നോട്ടും കൂടി ചേർത്താൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടി. ഹരി വാസിൻറ്റ് കുക്കിംഗ് ഡിന്നർ, ദേ വേറിൻറ്റ് വർക്കിംഗ് ദാറ്റ് ഡേ. WH ക്വസ്റ്റൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹരി എന്താണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. വാട്ട് വരുന്നു, അതിനുശേഷം ഓക്സിലറി വേർബ്.
വാട്ട് വാസ് ഹരി കുക്കിംഗ്? വാട്ട് വെയർ ദേ ഡൂയിങ് ദാറ്റ് ഡേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ഓക്സിലറി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് നമുക്കറിയാം. വാസ് ഹരി കുക്കിംഗ് ഡിന്നർ? വെയർ ദേ വർക്കിംഗ് ദാറ്റ് ഡേ? യെസ് ആണെങ്കിൽ യെസ് ഹി വാസ്, നോ ആണെങ്കിൽ നോ ഹി വാസിൻറ്റ്. അതുപോലെ വെയർ ദേ വർക്കിംഗ് ദാറ്റ് ഡേ ആണെങ്കിൽ ഡേയുടെ ഉത്തരം യെസ് ആണെങ്കിൽ യെസ് ദേ വേർ, നോ ആണെങ്കിൽ നോ ദേ വേറിൻറ്റ്. അത്രയേ ഉള്ളൂ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റിൽ ഒരു കാര്യം സംഭവിച്ചത് പൂർത്തിയായി, അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുവാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കൂടാതെ രണ്ട് പ്രവർത്തനം നടന്നു, അതിലാദ്യം നടന്നത് നാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് എഴുതുന്നു, രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും എഴുതുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് ആയിരിക്കും ഓക്സിലറി വെർബ് എന്നുകൂടി ഓർക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസ് എഴുതാമെന്ന് നോക്കാം. ശേഖർ ഹാഡ് പ്രിപ്പയർഡ് ദ ഷെഡ്യൂൾ ബിഫോർ ഹി മെറ്റ് ദ പ്രൊഫസർ. പ്രൊഫസറിനെ കാണുന്നതിന് മുൻപ് ശേഖർ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ? ഒന്ന്, ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു, രണ്ട്, പ്രൊഫസറിനെ കാണുന്നു. ഇതിൽ ആദ്യം നടന്നത് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക എന്നതാണ്, രണ്ടാമതിലാണ് പ്രൊഫസറിനെ കാണുന്നത്. അതുകൊണ്ട് രണ്ടിൽ ആദ്യം നടന്ന കാര്യത്തെ സൂചിപ്പിക്കുവാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്ന കാര്യത്തെ സൂചിപ്പിക്കുവാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടാണ് ശേഖർ പ്ലസ് ഹാഡ്, അതാണ് ഓക്സിലറി വെർബ്, പ്ലസ് പ്രിപ്പയർഡ് V3 ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നത്. ഹി മെറ്റ് ദ പ്രൊഫസർ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ? ഹി പ്ലസ് മെറ്റ്. ഇതിനെ എങ്ങനെ നെഗറ്റീവിലേക്ക് എഴുതാം? സിമ്പിൾ ഓക്സിലറിയുടെ നെഗറ്റീവ് ചേർത്താൽ മതി. ശേഖർ ഹാഡിൻറ്റ് പ്രിപ്പയർഡ് ദി ഷെഡ്യൂൾ ബിഫോർ ഹി മെറ്റ് ദി പ്രൊഫസർ. WH ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഓക്സിലറി വേണമെന്ന് ഓർക്കുക. വാട്ട് ഹാഡ് ശേഖർ പ്രിപ്പയർഡ് ബിഫോർ ഹി മെറ്റ് ദി പ്രൊഫസർ? യെസ് ഓർ നോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്സിലറിയിലാണെന്ന് ഓർക്കുക. ഹാഡ് ശേഖർ പ്രിപ്പയർഡ് ദി ഷെഡ്യൂൾ ബിഫോർ ഹി മെറ്റ് ദി പ്രൊഫസർ? ഷോർട്ട് ആൻസർ യെസ് ആണെങ്കിൽ യെസ് ഹി ഹാഡ്, നോ ആണെങ്കിൽ നോ ഹി ഹാഡിൻറ്റ്. പാസ്റ്റിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം അതിൽ ഇടപെടുന്നു അല്ലെങ്കിൽ അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ മറ്റൊരു കാര്യം വന്ന് ഇടപെടുന്നു. ഓക്കെ, ഇതിൻ്റെ ഫോം വരിക ഹാഡ് ഉണ്ടായിരിക്കണം, പ്ലസ് ബീനും കൂടി ഉണ്ടാകും, പ്ലസ് ING ഫോം. കണ്ടിന്യൂസ് ആണല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ING ഫോം ഓഫ് ദ വേർബ് നിർബന്ധമാണ്. ഹാഡിൻ്റെ കൂടെ ബീനും കൂടി ഉണ്ടായിരിക്കും എന്നോർക്കുക. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കേസിലും ബീൻ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അതുപയോഗിച്ച് എങ്ങനെ ഒരു പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഷോർട്ട് ആൻസറും എഴുതാമെന്ന് നോക്കാം. അഫിർമേറ്റീവ് സെൻറ്റൻസ്. മാത്യു ഹാഡ് ബീൻ കളക്ടിങ് ദ ഡാറ്റ വെൻ ഹി സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ദ ടോപ്പിക്. സൂപ്പർവൈസർ മാത്യുവിനോട് ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്യു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ എഴുതുന്നത്. അദ്ദേഹം ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു പാസ്റ്റിലൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറ്റൊരു കാര്യം ഇൻറ്ററപ്റ്റ് ചെയ്യുന്നു. സൂപ്പർവൈസർ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നടന്നുകൊണ്ടിരുന്ന കാര്യത്തിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് മാത്യു ഹാഡ് ബീൻ കളക്ടിങ്, ഹാഡ് ബീൻ നിർബന്ധമാണ്, വേർബിൻ്റെ ING ഫോമായ കളക്ടിങ്ങും കൂടി ഉപയോഗിച്ചിരിക്കുന്നു. അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? സിമ്പിൾ ഓക്സിലറിയുടെ നെഗറ്റീവ് എടുക്കുക. മാത്യു ഹാഡ് നോട്ട് ബീൻ കളക്ടിങ് ദ ഡാറ്റ വെൻ ഹി സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ദ ടോപ്പിക്. WH ക്വസ്റ്റിന് വാട്ടിന് ശേഷം എന്ത് വരണം? ഓക്സിലറി വരണം. വാട്ട് ഹാഡ് മാത്യു ബീൻ ഡൂയിങ് വെൻ ഹി സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ഹിസ് ടോപ്പിക്. വാട്ട് ഹാഡ് ബീൻ മാത്യു എന്നല്ല, വാട്ട് ഹാഡിന് ശേഷം മാത്യുവിന് ശേഷം വേണം ബീൻ വരാൻ എന്നുകൂടി ഓർക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആദ്യം ഓക്സിലറി വരണം. ഹാഡ് മാത്യു ബീൻ കളക്ടിങ് ദ ഡാറ്റ വെൻ ഹി സൂപ്പർവൈസർ ആസ്ക്ഡ് ഹിം ടു ചേഞ്ച് ഹിസ് ടോപ്പിക്. ഷോർട്ട് ആൻസർ യെസ് ആണെങ്കിൽ യെസ് ഹി ഹാഡ് ബീൻ എന്ന് കൊടുക്കണം. യെസ് ഹി ഹാഡ് മാത്രം പോരാ. നോ ആണെങ്കിൽ നോ ഹി ഹാഡിൻറ്റ് ബീൻ. ഇത്രയേ ഉള്ളൂ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ടെൻസും
പാസ്റ്റ് ടെൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്യൂച്ചർ ടെൻസ് അടുത്ത വീഡിയോയിലായിരിക്കും.